ഹായ്, നമുക്കിന്നൊരു ചക്കയും മീൻകറിയും വെച്ചാലോ? നല്ല നാടൻ മീൻകറിയും ചക്കയും കൂടെ നമുക്കുണ്ടാക്കാമേ. അതിനാവശ്യമായ സാധനങ്ങൾ: മീൻകറിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല, ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ ചേർക്കാറില്ല. ഇത് പത്തനംതിട്ട സ്റ്റൈലിലാണ് വയ്ക്കുന്നത്. എന്നാലും മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ട്, ഞാൻ ചേർക്കാറില്ല. പിന്നെ നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുവിട്ട്, ഉലുവയിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. നന്നായിട്ടൊന്ന് ഇളക്കി അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരുപാടങ്ങ് കരി വേണ്ട, അതിൻ്റെ ഒരു പരുവ് അറിയാമല്ലോ. അപ്പം നമുക്ക് അത് മൂത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ കുടംപുളിയും കൂടി ഇട്ട്, ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതാണ് കാണിക്കാതിരുന്നത്. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, നല്ല കുടംപുളി കേട്ടോ, കുടംപുളി ഇട്ട മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാമേ. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കെടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം, അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് വരുന്നത്. നമ്മളിത് തിളച്ച് അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല നമ്മുടെ മീൻകറിക്ക്. നമ്മളിത് നന്നായിട്ട്, അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നേരത്തെ തന്നെ നമ്മളങ്ങ് വെക്കുന്നത്. ഒക്കെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മൾ മീനിട്ട് അടച്ചു വെച്ച്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി ചാറൊന്ന് പറ്റാനുണ്ട്. ഇവിടെ ചാറാണ് കൂടുതലും വേണ്ടത്, കാരണം ചക്കയോ കപ്പയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻ വേണമെന്നില്ല, ചാറ് തന്നെ വേണം. അപ്പം കുറച്ച് നമ്മൾ പച്ച കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല മീൻകറി, നല്ല എരിയും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ചക്ക എടുക്കാം. ചക്കയ്ക്കുള്ള അരപ്പൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് ഞാൻ കാന്താരി, മഞ്ഞൾപ്പൊടി, തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടെ കൂട്ടി ചതച്ചതാണ്. ഉപ്പും എല്ലാം കൂടെ കൂട്ടി ചതച്ച്, അപ്പം കുറച്ച് ചക്കയിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ആഡംബരം എന്നോണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. നമ്മുടെ കുറച്ച് ചക്കയ്ക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇച്ചിരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ച് നമ്മൾ ഇളക്കി ഉണ്ട്. നല്ല ചക്ക കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവാതെ. അപ്പം ചക്കയും മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്